ചെങ്കുളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ നമ്മളിപ്പോൾ തമ്പനയിൽ കണ്ട മാതിരി തന്നെയാണ് കേട്ടോ ഇന്നത്തെ യാത്ര നമ്മുടെ അട്ടപ്പാടിയിലേക്കാണ്. എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ മണ്ണാർക്കാട്ടിൽ നിന്ന് നമ്മളെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അട്ടപ്പാടിയിലേക്ക്. അപ്പോൾ റോഡിൻ്റെ ഇരു സൈഡുകളിലും കാണാൻ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ മൊത്തത്തിൽ പച്ചപ്പ്, പിന്നെ എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു കോടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ മൂടി നിൽക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ മഴ ഇല്ലാത്തൊരു സമയം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോരുന്ന സമയത്ത് ടൗണിലൊന്നും മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയപ്പോൾ മൊത്തത്തിലൊരു വെയിലൊന്നും ഇല്ല, എന്നാലും നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഉച്ച 2-2:30 മണിക്ക് സമയമാണിപ്പോൾ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ചില ചുറ്റും ആൾക്കാരൊക്കെ കുറവാണ്. ചില ബൈക്ക് യാത്രക്കാർ മാത്രം തന്നെ ഉള്ളൂ. ബൈക്കും കാറും കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും മുകളിലെത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു ഓഫ് ഡേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ യാത്ര ബൈക്കുമ്പിലാണ് കേട്ടോ. എന്താ വെച്ചാൽ ചെറുതായിട്ട് വീഡിയോ ഷേക്കിങ്ങും കാര്യങ്ങളെല്ലാതും ഉണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ചിലവെല്ലാം ചുരുക്കാമല്ലോ. കാറൊക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വമ്പം പൈസയും വേണ്ടടിക്കാൻ തന്നെ. അപ്പോൾ എന്തായാലും ബൈക്കിൽ ഇങ്ങനെ യാത്ര, അപ്പോൾ എന്താ വെച്ചാൽ ബൈക്കിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വഴിയിലൊരു ബസ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, എന്താ പറ്റിയെന്നറിയില്ല. എന്തായാലും നമ്മളതിനെ ഓവർടേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ആൾക്കാരെ കണ്ടു കേട്ടോ. എന്താ പറ്റിയെന്നറിയില്ല അല്ലേ. ഇവിടെയൊക്കെ വന്നിട്ട് വണ്ടിയൊക്കെ ബ്ലോക്കായി സ്വീപ്പാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അടങ്ങാറ് തന്നെ കേട്ടോ. പിന്നെന്താ ചോദിച്ചാൽ അട്ടപ്പാടിയിലേക്ക് ഞാൻ ഇതുവരെക്കും വന്നിട്ടില്ല കേട്ടോ. നമ്മളെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് അട്ടപ്പാടി, പക്ഷേ ഇതുവരെക്കും വരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നാണ് നമുക്ക് അതിനുള്ളൊരു നല്ലൊരു അവസരം ലഭിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ നമ്മൾ അട്ടപ്പാടി പോയി കഴിഞ്ഞാൽ എന്താ മെയിൻ പ്ലാനിങ് ചോദിച്ചാൽ നമ്മൾ നഞ്ചിയമ്മേനൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ പറ്റിയ ഭാഗ്യം, കാരണം വെച്ചാൽ അവർ വലിയ ഷൂട്ടിങ്ങോ കാര്യത്തിനൊക്കെ പോയിന്ന് വെച്ചാൽ ചിലപ്പോൾ കാണാനും പറ്റില്ല. പിന്നെന്താ ചോദിച്ചാൽ മഴ ഇല്ല കേട്ടോ. മഴ ഇല്ലാത്തത് വലിയൊരു കാര്യമായിപ്പോയി. കാരണം വെച്ചാൽ മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് വീഡിയോ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒരു എന്താ പറയുക മൂടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ മഴയാണോ ചോദിച്ചാൽ മഴ ഇല്ല, അപ്പോൾ വെയിലുണ്ടോ ചോദിച്ചാൽ വെയിലില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു ട്രക്ക് കയറാൻ ബുദ്ധിമുട്ടായിട്ട് മെല്ലെ ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ, ഇരുമ്പരിക്കണ മാതിരി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ട്രക്കിനെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് പിന്നെയും നമ്മൾ മല കയറുന്നതിന് കേട്ടോ. അപ്പോൾ എന്തായാലും ചുരുക്കി പറയുകയാണെന്ന് വെച്ചാൽ എത്ര എയർപിന്നെ കയറണം ചോദിച്ചാൽ ഒരു പിടുത്തമില്ല. നമ്മളിപ്പോൾ കയറാൻ തുടങ്ങിയിട്ട് കുറേ ചെയ്യുന്നു കേട്ടോ. പിന്നെന്താ വെച്ചാൽ അവിടെ നിലവിലെത്തി കഴിഞ്ഞെന്ന് വെച്ചാൽ അത് സാധാരണ ഒരു ടൗൺ സിറ്റി മാതിരിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചയും കാണാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു ആനക്കട്ടി വരെ പോകണമെന്നൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആനക്കട്ടി വരെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മളിത് ഘട്ടം ഘട്ടമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു വീഡിയോ തന്നെ എല്ലാതും ഉൾപ്പെടുത്തി കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത്ത് കൂടും വീഡിയോയുടെ. അപ്പോൾ പിന്നെ അത് ഒരുപാട് സുഹൃത്തുക്കൾക്ക് കാണാനും അത് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇത് 2, 3, 4 പാർട്ടായിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വഴിയോരത്തുള്ള ഈ ഒരു കാഴ്ചകളും അതേമാതിരി തന്നെ കല്ലുകളും ഒക്കെ കാണാനൊക്കെ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ. പിന്നെ വെച്ചാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പക്ഷേ അതും വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആരും ഫോട്ടോ എടുക്കാനൊന്നും വരരുത് കേട്ടോ. എന്താ വെച്ചാൽ അത്രയ്ക്ക് സേഫ്റ്റിയുള്ള സ്ഥലമൊന്നുമല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് സൈലൻറ്റ് വാലിക്ക് ആകപ്പാടെ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. 10-27 കിലോമീറ്റർ ആയിട്ടുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട് ബോർഡ്. അപ്പോൾ എന്തായാലും സൈലൻറ്റ് വാലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും ഇല്ല. കാരണം വെച്ചാൽ നമുക്ക് അതിനുള്ള മുന്നേ കൂട്ടിയിട്ടുള്ള ഈ പാസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രക്കും കാര്യങ്ങളൊക്കെ മുകളിൽ നിൽക്കും. നമുക്ക് സൈലൻറ്റ് വാലിക്ക് പോകണമെന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല, അത് ജീപ്പ് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനത്തിലുമല്ല, ഇവിടെ മാനുകളൊക്കെ ഇറങ്ങുന്ന സ്ഥലം തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ഓരോരോ ഗ്യാപ്പുകളിലും ഓരോ ഫോട്ടോ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന സ്ഥലമാണെന്നുള്ളൊരു കാര്യം. അതേമാതിരി തന്നെ പാലക്കാട് നമ്മുടെ ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ എന്താ വെച്ചാൽ നമ്മളെ തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. തമിഴ്നാടാണ് അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ എന്തായാലും അവിടുന്ന് എന്താ പറയുക സൈലൻറ്റ് വാലി അതേമാതിരി തന്നെ പോകണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും പറ്റില്ല. അതേമാതിരി തന്നെ അവിടെ നിന്ന് ഊട്ടിയിലേക്ക് 92 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഊട്ടിയിലേക്ക് പോകണമെന്നായിരുന്നു ഫസ്റ്റ് പ്ലാൻ ചെയ്ത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഊട്ടിയിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടൊക്കെ പോവുകയാണെന്നെങ്കിൽ ഓക്കെ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഇല്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ അട്ടപ്പാടിയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് എന്നെ കരുതിയത്. വീഡിയോ കണ്ടുന്ന സുഹൃത്തുക്കളോട് മെയിനായിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണണം കേട്ടോ. അത് വലിയൊരു അപേക്ഷയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയപ്പോൾ വലിയൊരു പാറക്കല്ല് വീണടക്കുന്നുണ്ട് കേട്ടോ താഴത്ത് റോഡിൻ്റെ സൈഡിലേക്ക്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഡേഞ്ചർ പിടിച്ചിട്ടൊരു ഏരിയ തന്നെയാണ്. പിന്നെ വെച്ചാൽ താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു നട്ടുച്ച സമയത്തും നമ്മൾ താഴത്ത് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ മലയൊന്നും ശരിക്കും കാണാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഈ ഒരു ലൊക്കേഷനിലൊന്നും കോടയൊന്നും അങ്ങനെ കാണാനില്ല. പിന്നെന്താ വെച്ചാൽ വൈകുന്നേരം സമയത്താണ് കോട കയറുന്ന സമയം കേട്ടോ. എന്തായാലും താഴത്തേക്ക് നമ്മൾ റിട്ടേൺ വരുമ്പോൾ ആണ് കുറച്ച് ബ്ലോക്ക് ആവുക. എന്തായാലും പെട്ടെന്ന് വരണം എന്നാണ് പ്ലാനിങ് കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെല്ലാം കാണാത്ത ഒരുപാട് മരങ്ങളും അതേമാതിരി തന്നെ ഒരുപാട് മരുന്ന് ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സൈഡിലൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മണ്ണിടിച്ചിൽ മാതിരിയൊക്കെ കാണാൻ കേട്ടോ. പിന്നെ വെച്ചാൽ ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല തണുപ്പാണ് കേട്ടോ. ഈ ഒരു അരുവിയിലത്തെ വെള്ളം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ. അപ്പോൾ ഒരുപാട് പാറക്കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരുന്ന വെള്ളമായതുകൊണ്ട് കയ്യിലൊക്കെ ആക്കിയപ്പോൾ ഭയങ്കര തണുപ്പ്. പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് ഔഷധങ്ങൾ ഈ ഒരു വെള്ളം നമ്മൾ കുളിക്കുക അതേമാതിരി തന്നെ കുടിക്കുകയൊക്കെ ചെയ്തെന്ന് വെച്ചാൽ പകുതി അസുഖം നമ്മുടെ മാറി കിട്ടുന്നതാണ് കേട്ടോ കാരണവന്മാരൊക്കെ പറയുക. കാരണം വെച്ചാൽ ഇതൊക്കെ ഒരുപാട് മരങ്ങളുടെ വേരിൽ തട്ടിയിട്ട് വരുന്ന വെള്ളമായതുകൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു കാടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച്, കാരണം വെച്ചാൽ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനിലൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ അതേമാതിരി തന്നെ താഴത്തേക്ക് നോക്കുന്ന വെച്ചാൽ അഗാധ കുണ്ടാണ് കേട്ടോ. അപ്പോൾ എത്ര അടി താഴത്തെ നിൽക്കുന്ന വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും പേടിയാവും കേട്ടോ സത്യം പറയുക വെച്ചാൽ കണ്ടോന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടിട്ട് അങ്ങനെ ഈ ഒരു റോഡിൻ്റെ സൈഡിൽ കൂടെ ഞാൻ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തം ഒരു പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു പൊന്ത തന്നെയാണ്. അപ്പോൾ അതേമാതിരി തന്നെ പിന്നെ നമ്മളിങ്ങനെ ഒരു വലിയൊരു കല്ല്, ഈ ഒരു കല്ലിൻ്റെ ചുവട്ടിലൊക്കെ മഴ പെയ്യാന്ന് വെച്ചാൽ കയറി ഇരിക്കാൻ പറ്റും കേട്ടോ. കാരണം വെച്ചാൽ മഴ കൊള്ളില്ല. അപ്പോൾ വലിയൊരു കല്ലാണ്. സൈലന്റ് വാലി 27 കിലോമീറ്റർ എടുക്കും. ഇവിടെ യൂട്ടൺ ചുരമാണ് തോന്നുന്നു. എത്ര എയർ പിന്നെ കയറിയണമെന്ന് ഒരു പിടുത്തമില്ലല്ലോ. ഒരു 10 എയർ പിന്നെ ഉണ്ടാവുമോ? ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവില്ല. ഇവിടെ മണ്ണ് JCB കൊണ്ട് ആരും മാന്തലില്ലല്ലോ. ഇവിടെ നിൽക്കണ പ്രകൃതിയിൽ അങ്ങനെ തന്നെ നിൽക്കല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ മലകയറ്റം ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ഇവിടെ വണ്ടിയൊക്കെ സൈഡാക്കി നിർത്തിയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനും ആ ഒരു ലൊക്കേഷനിലെത്തിയപ്പോൾ വണ്ടിയൊക്കെ സൈഡാക്കി നിർത്തിയിട്ട് ഒരുപാട് സീനറിയും അതേമാതിരി തന്നെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐസ്ക്രീം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ചുമർ ചിത്രവും എല്ലാം കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോഗ്രാഫിയും അതേമാതിരി തന്നെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് നല്ലൊരു ലൊക്കേഷൻ തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ബാക്കി നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ.